അച്ഛനോട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് യാത്ര പറഞ്ഞപ്പോൾ എന്നേരാ തൂണിലിട്ട് തല്ലിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയുമെന്ന് പറഞ്ഞിരുന്നു. ഇല്ല, പറഞ്ഞില്ല. പക്ഷെ മൂപ്പർ പ്രതീക്ഷിക്കുന്നുണ്ടാവും എല്ലാം പറയട്ടെ അവൻ, എൻ്റെ മകനല്ലേ, തുറന്ന് പറയട്ടെ എന്നുള്ളത്. അല്ല, ബനാറസിലായിരുന്നപ്പോഴും ഇത് ഡൽഹിയിലായിരുന്നപ്പോഴും തന്നെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെന്ന് ഭാവിച്ചിട്ട് അവിടെ വരുമായിരുന്നു. അതാണ് അവരുടെ തട്ടിപ്പ്. അതെ അതെ, എന്നെ കാണാൻ വരികയാണെന്ന് കാണാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ആവശ്യത്തിന് വന്നുകൊണ്ട് ഞാൻ ഈ വഴിക്ക് വന്നു എന്നുള്ളൂ. പക്ഷെ മത്സാറിന് അറിയാൻ കാണാൻ വന്നതാണെന്നുള്ള കാര്യം അന്ന് സത്യത്തെ അറിയില്ല. സത്യമാണെന്ന് ചോദിച്ചിരുന്നെ അതിവിടെ വേറെ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് മിനിസ്റ്ററെ കാണാൻ വന്നാണ്. ഡൽഹിയിലായിരുന്നപ്പോൾ, ബനാറസിലായിരുന്നപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വന്നപ്പോൾ എന്തെങ്കിലും ഒരു കാരണം പറയും, ബനാറസിലായിരുന്നെങ്കിൽ ഫ്രണ്ടിനെ എന്തെങ്കിലും പറയും, എന്നെ കാണാനാണെന്ന് പറയില്ല. പക്ഷെ ഞാൻ അന്ന് വിശ്വസിച്ചു, ശരിയാണെന്ന് വിശ്വസിച്ചിട്ട്. പിന്നീട് മനസ്സിലായി പയ്യൻ വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള വരവായിരുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒറ്റ മകനാണ് എന്ന കാരണത്തിൽ കുടുംബത്തിൻ്റെ മൊത്തം നിലനിൽപ്പ് മത്സാറിൽ ആശ്രയിച്ചാണ്. ആ ഉത്കണ്ഠകളൊക്കെ അദ്ദേഹത്തിനെ വേട്ടയാടിയിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് ചാരിതാർത്ഥ്യത്തോടെ അല്ലെങ്കിൽ വലിയ അഭിമാനത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു പക്ഷേ മനോഹരമായിട്ടുള്ളൊരു തലമത്. മത്സര സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഭാർഗവി നിലയം സൃഷ്ടിച്ച വലിയ ഒരു സിംഹാസനം, അച്ഛൻ പറഞ്ഞതുപോലെ നിനക്ക് അവകാശപ്പെട്ട സിംഹാസനം ഇരിക്കൂ. താങ്കൾ ഇരുന്നു. കുറച്ചു കാലമല്ല, കുറേ കാലം. മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ളൊരു നടനായി. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ, പരീക്ഷണങ്ങൾ. സംവിധായകർക്ക് വേണമെങ്കിൽ താങ്കളെന്നുള്ള ഉരുപ്പടി ഏത് രൂപത്തിലും ആക്കാൻ പറ്റുന്ന രീതിയിൽ. ഇവിടെയൊക്കെ തിളങ്ങി നിന്നത് മറ്റൊരു പടമായിരുന്നു. ആ പടം ഇന്നും ആൾക്കാർ കാണുന്നത് ചെമ്മീനെ കുറിച്ച്. സാറേ, ഇന്നും താങ്കളെ മിമിക്രി താരങ്ങൾ അനുകരിക്കുന്നത് ഈ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ്. ഈ സിനിമ സാർ ഇടയ്ക്ക് കാണാറുണ്ടോ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. കാണുമ്പോൾ എന്താ സാറിന് തോന്നുന്നു? അല്ല, എനിക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, മറ്റെല്ലാ പടങ്ങളെക്കാളും ഇത് ഈ പടത്തിൽ കൂടെയാണ് ഓർക്കുന്നത്. സത്യമാണ്. ഇവിടെ പോയി കഴിഞ്ഞാലും പരീക്കുട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ, പ്രത്യേകിച്ച് ആ ഏജിലുള്ളവരും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിലും യങ്സ്റ്റേഴ്സിന് പടം കണ്ട ആളുകൾ ഈ പരീക്കുട്ടിയായിട്ട് എന്നെ കാണുന്നത്. കുറച്ച് ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെങ്കിൽ പരീക്കുട്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, വേറെ ധാരാളം ഈ പ്രേമിക്കുന്നതും ചാകുന്നതുമായിട്ടുള്ള പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലായില്ല വാട്ട് ഈസ് ബിഹൈൻഡ് ഇറ്റ്. ഈ പരീൻ്റെ അഭിനയം ആണെന്ന വരിയിൽ കൊട്ടാരക്കര ശ്രീധരൻ, സത്യൻ സാറ്, എല്ലാവരും തന്നെ നന്നായിട്ട്, എല്ലാവരും തിമിർത്താടിയ പടമാണ്. എൻ്റെ റോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റ് എത്രയോ പടങ്ങളിൽ ഞാൻ വളരെ അധികം ഹോംവർക്കൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച് അഭിനയിച്ച ക്യാരക്ടേഴ്സ് ധാരാളമുണ്ട്. ഈ നോവൽസ് അധികം കൂടുതലും എനിക്കാണ് അഭിനയിക്കാൻ കിട്ടിയിട്ടുള്ളത്. നോവൽസിലെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിലെല്ലാം ഹീറോസ് ഒന്നുമില്ല, എല്ലാം സ്റ്റഡി ചെയ്ത് ചെയ്യണമായിരുന്നു. പിന്നെ വാട്ട് ഈസ് ഇറ്റ്, ഇതാണെങ്കിൽ വളരെ ഈസി ആയിരുന്നു എനിക്ക്. ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ചെമ്മീൻ നോവൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്കുട്ടി എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ പരീക്കുട്ടി ഒരു ചെറിയ ഒരു ഗ്രാഫ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോകണേ ഉള്ളൂ. അതിൻ്റെ അത് വെട്ടലും ഇതും ഒന്നുമില്ല. പിന്നെ വളരെ എഫർട്ട്ലെസ് ആയിട്ട് ക്യാരക്ടറിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് യു ബിഹേവ്, അത് മതിയായിരുന്നു. അതിനകത്ത് യാതൊരു സ്ട്രെയിനിൻ്റെ ആവശ്യമില്ലായിരുന്നു. സ്ട്രെയിൻ ചെയ്ത് അഭിനയിച്ച ക്യാരക്ടേഴ്സിനേക്കാളും കൂടുതൽ ലോകം ഇഷ്ടപ്പെടുന്നതും ഇതിൽ കൂടെയാണ് ഞാൻ അറിയപ്പെടുന്നത് തന്നെ. അതെന്താണെന്ന് നോക്കിയപ്പോൾ മസാറിപ്പം പറഞ്ഞ എൻ്റെ മാറും. എന്താ കാരണം വെച്ചാൽ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ, ഇന്നവരൊക്കെ പ്രായമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരൻ്റെ ഒരു ആത്മനൊമ്പരം, വിരഹം, പ്രണയത്തിൽ വരുന്ന ഒരു ഭംഗം, ഇതെല്ലാം മത്സാറിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു. ഒരുപക്ഷെ താങ്കളുടെ അഭിനയത്തിലെ ഞാൻ മനസ്സിലാക്കേണ്ട ആ മിതത്വമായിരുന്നു ആ കഥാപാത്രത്തെ ഗംഭീരമാക്കിയത്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ധാരാളം ആലോചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ അവസാനമായി കെയിം ടു ദ കൺക്ലൂഷൻ, ഈ മലയാള സിനിമ എന്നല്ല, ഒരു സാഹിത്യത്തിലും ഒരു സിനിമയിലും ഇതുപോലെ ഈ സ്നേഹിക്കാൻ വേണ്ടി സ്നേഹിച്ചൊരു ക്യാരക്ടർ വന്നിട്ടില്ല. ഈ സ്നേഹിക്കുന്നതിന് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനൊക്കില്ല, നീ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യും, നീ ഇല്ലെങ്കിൽ ഞാനില്ല, ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ്. ഇതെല്ലാം
അപ്പോൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലെന്ന് പറയണേ, എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല നീ ഇല്ലാതെ. അപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള ഒരു സാധനമായിട്ട് മാറണം നീ. ഇതിലതില്ല. പരീക്കുട്ടി സ്നേഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ. പരീക്കുട്ടിയെ അടുത്ത് നിന്നിട്ട് സംസാരിക്കുന്നതല്ലാതെ വിരലുകൊണ്ട് പോലും പരീക്കുട്ടിയെ തൊട്ട് നോക്കിയില്ല. പരീക്കുട്ടി ഈ കറുത്തമ്മയുടെ കല്യാണം വരുമ്പോൾ നീ വിട്ടു പോകുമല്ലേ കറുത്തമ്മ എന്നുള്ളതല്ല, അത് ഉറപ്പിച്ചിട്ട്, അല്ലാതെ വിട്ടു പോകരുത് കറുത്തമ്മ എന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അതിന് ഒരു ഡയലോഗ് ഉണ്ടല്ലോ അവസാനം പറഞ്ഞ, നീ പോയി കഴിഞ്ഞാൽ ഞാൻ കടപ്പുറത്ത് പാടി ചങ്ക് പൊട്ടിച്ചാകുമെന്ന് പറഞ്ഞു. ഈ ചങ്ക് പൊട്ടിച്ചാകാൻ വേണ്ടി പാടുമെന്നല്ല പറഞ്ഞേ, ഞാൻ പാടി നടന്ന് ചാവാൻ നേരം ചങ്ക് പൊട്ടി പാടി ചങ്ക് പൊട്ടിച്ചാകുമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ചാകാൻ വേണ്ടി പാടുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതെല്ലാം പിന്നെ അവസാനം ഇയാൾ ചെയ്യുന്നത് എന്താണ്, പരീക്കുട്ടി ഇവളെ അവസാനം പോയി കാണുന്നത് ഈ ചക്കി മരക്കാച്ചൻ മരിച്ചപ്പോൾ ഇവളെ ഒന്ന് അറിയിക്കാൻ ഇവിടെ ആരും തയ്യാറായില്ല. പക്ഷെ അവളെ അങ്ങ് സ്നേഹിച്ചെന്നുള്ള രീതിയിൽ അമ്മയുടെ മരണം ഒന്ന് അറിയിക്കാൻ ആരും പോടില്ലെന്ന് വെച്ചിട്ട് അത് പറയാൻ പോയത് അയാൾ. അപ്പം അങ്ങനെ ഈ നിസ്വാർത്ഥമായിട്ടുള്ള ഈ എന്തെന്ന് പറയാൻ ഈ കർമ്മയോഗം എന്നൊക്കെ പറയും പോലെ ഈ സ്നേഹം എന്നുള്ളതിനെ, പ്രേമം എന്നുള്ളതിനെ ഒരു കർമ്മമായിട്ട് മാത്രം കണ്ടിട്ടുള്ള, വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ബാക്ക്, നിഷ്കാമ കർമ്മം എന്ന് പറയില്ലേ. ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും കറുത്തമ്മയെ സെഡ്യൂസ് ചെയ്യായിരുന്നു. ഈ ഡിൻറ്റ് ചെയ്തില്ല, ഒന്ന് തൊട്ടില്ല, അല്ല ആലോചിച്ചതേയില്ല. കറുത്തമ്മയുടെ അടുത്ത് നമുക്ക് ചാടി പോകാമെന്ന് പറഞ്ഞാൽ എനി മോമെൻറ്റ് കറുത്തമ്മ വാസ് റെഡി. വലിയൊരു പരിശുദ്ധ പ്രണയമായി. അതെ. ഈ ഒരു ക്യാരക്ടർ വേറെ ഏത് സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ ഒരു സിനിമ, അങ്ങനെ ഒരു സാഹിത്യവും ഞാൻ വായിച്ചിട്ടില്ല. ദാറ്റ് ഈസ് ഈ നിഷ്കാമ കർമ്മം ഉണ്ടല്ലോ, പരീക്കുട്ടിയുടെ നിഷ്കാമ കർമ്മം, ദാറ്റ് ഈസ് ദി അട്രാക്ഷൻ. അത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും തകഴിച്ചേട്ടൻ എഴുതിയത് അതുണ്ടല്ലോ. എന്തായാലും ഒരു കാമുകൻ്റെ, ഒരു ചെറുപ്പക്കാരൻ്റെ സർവസ്വവും കളഞ്ഞ് നിഷ്കാമമായി നിസ്വാർത്ഥമായി ഒരു പെണ്ണിന് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെക്കുകയാണ്. അതെ, ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും ഈ നമ്മുടെ എന്താണെന്ന് പറയാൻ പരീക്കുട്ടിയായി ഇപ്പോഴും ജീവിക്കാൻ കാരണം അത് മറ്റൊരു കാര്യം കൂടി പറയണ്ട. ഈ പരീക്കുട്ടി അന്നുണ്ടായിരുന്ന ചെറുപ്പക്കാരിയൊക്കെ എല്ലാം എന്നല്ല, ഈ പരീക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിന്, സിനിമയിൽ കണ്ട ക്യാരക്ടറിന് അവർക്ക് ഭയങ്കര സ്നേഹവും പിന്നെ ഭയങ്കര പ്രേമമായിരുന്നു അവർക്ക്. പക്ഷെ ആ പ്രായത്തിൽ ദൂരെ നിന്ന് നോക്കാനേ അവർക്ക് സാധിക്കുള്ളല്ലോ. ഇന്നിപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു 50-60 വയസ്സുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ അന്ന് അവർ ടീനേജിൽ ആയിരുന്നിരിക്കും. എന്നെ എവിടെ കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചിലരെല്ലാം ഉമ്മ വയ്ക്കുകയും ചെയ്യും. സത്യമാണ്. അപ്പോൾ ഉള്ളിൽ ആ സ്നേഹം ഇപ്പോഴും നിൽക്കുന്നു പരീക്കുട്ടിയോട്. എന്നോടല്ല സാറേ, വൈകിയാണെങ്കിൽ അതെല്ലാം തിരിച്ചു കിട്ടുന്നില്ലല്ലേ.